അല്ലി, ആനി, അവൾ ഉം സുഖമായിരിക്കുന്നു. അവളെ വിശ്വസിക്കുന്നവരുടെ കൂടെ സന്തോഷമായിരിക്കുന്നു. ഇനിയൊരു സംസാരത്തിന് നിൽക്കാതെ അല്ലി വേഗം പുറത്തേക്ക് വന്നു. ശിവയുടെ അവസ്ഥയെപ്പറ്റിയും അവളെ സ്വഭാവത്തിനെ പറ്റിയും അവനോട് കെഞ്ചിയിട്ടും ആട്ടിയകറ്റിയ ബദ്രിനാഥിനെയും എല്ലാം തകർന്നവളെപ്പോലെ തൻ്റെ മാറിൽ ചേർന്ന് കരഞ്ഞ ശിവയെയും മാത്രമേ അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സങ്കടവും പുച്ഛവും ഒരേ സമയം അവളിൽ നിറഞ്ഞു. ബദ്രിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ശിവയെ വിവാഹം കഴിച്ചതിൽ പിന്നെ തന്നോടായിരുന്നു അല്ലിയുടെ കൂട്ട്. ശിവയുടെ ഓരോ ശീലങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ് രണ്ടുപേരും ഒരുപാട് അവളെ കളിയാക്കിയിട്ടുണ്ട്. ശിവയുടെ ഫ്രണ്ട് എന്നതിലുപരി തൻ്റെ സഹോദരി സ്ഥാനമായിരുന്നു അല്ലിക്ക് ബദ്രിയുടെ മനസ്സിൽ. ആ അല്ലി ഇന്ന് തന്നെ പുച്ഛിക്കണമെങ്കിൽ താൻ എത്ര അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവണം. ബദ്രി വേദനയോടെ ഓർത്തു. അച്ചി! ഡ്രൈവിങ്ങിനിടയിൽ അച്ചു ശിവയെ നോക്കി. വണ്ടിയിൽ കയറിയതു മുതൽ മൂക്കുപൊത്തിയിരിക്കുന്ന ശിവയെ കുറെ നേരമായി അച്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ചി! വീണ്ടും അവളുടെ തുമ്മൽ കണ്ടതും ഡാഷ്ബോർഡിൽ നിന്നും ടിഷ്യൂ എടുത്ത് അവളുടെ നേരെ നീട്ടി. സാർ, AC ഒന്ന് ഓഫാക്കാവോ? ശിവയുടെ ആവശ്യം കേട്ട് അച്ചു വണ്ടി ഒന്ന് സൈഡാക്കി അവളെ നോക്കി. അല്ല സർ, എനിക്ക് യാത്രയിൽ AC പറ്റില്ല, പ്ലീസ്. നെറ്റിയും ചുണ്ടും ഒരുപോലെ ചുളുക്കി തന്നോട് ആവശ്യപ്പെടുന്ന ശിവയെ അവൻ കുറച്ചു നേരം നോക്കി. എൻ്റെ വണ്ടിയിൽ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കൂ. സർ തീരുമാനിച്ചിട്ട് ഓഫാക്കിയാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. തീരുമാനിക്കാനൊന്നുമില്ല, ഓഫ് ചെയ്യില്ല. തനിക്ക് കൂടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോ. എൻ്റെ കൃഷ്ണ, ആ AC കേടായി പോണേ. വീടും സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരുമെന്ന് ചോദിച്ച പോലെയാ ചെകുത്താൻ. അച്ചുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അത്രയും പെറുപെറുത്ത് മൂക്കിൽ മൂടി വെച്ചിരുന്ന ടിഷ്യൂ ശിവ പുറത്തേക്കെറിഞ്ഞു. അപ്പോഴാണ് സത്യത്തിൽ അച്ചുവും അവളെ ശ്രദ്ധിക്കുന്നത്. മൂക്ക് ചുമന്നു തൊടുത്തിട്ടുണ്ട്. കവിളുകൾ മുമ്പത്തേതിനേക്കാൾ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അച്ചുവിന്റെ നോട്ടം കണ്ട് ശിവ അവനെ നോക്കി. കലങ്ങിയ കണ്ണ് കണ്ടതോടെ അച്ചുവിനെവിടെയോ ഒരു സഹതാപം തോന്നി. വേഗം തന്നെ AC ഓഫ് ചെയ്തു. താങ്ക്സ്. ജീവിതത്തിൽ ഇന്നേ വരെ കാറിൽ കയറിയിട്ടില്ലാത്തതും AC-യിൽ ഇരുന്നിട്ടില്ലാത്തതുമായിട്ടുള്ളതിനെ പിടിച്ച് വണ്ടി കയറ്റിയ ഇതാ അവസ്ഥ. അമർഷത്തോടെയുള്ള അച്ചുവിന്റെ സംസാരം കേട്ട് ദേഷ്യം വരേണ്ടതിനു പകരം ശിവയ്ക്ക് ചിരിയാ വന്നത്. ചെറുപ്പം മുതൽക്കേ കാറിലല്ലാതെ സ്കൂളിൽ പോയിട്ടില്ലാത്ത അവളോടാ അച്ചു ഇങ്ങനെ പറഞ്ഞതെന്നോർക്കെ അവൾക്ക് ചിരിപൊട്ടി. അച്ചു കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ച് പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. സർ, ആകാശ് സാറും അദ്ദേഹത്തിന്റെ PAയും വന്നിട്ടുണ്ട്. അക്ഷമനായിരുന്ന ബദ്രിയോട് മഹിവെന്ന് പറഞ്ഞതും വേഗത്തിൽ ബദ്രി പുറത്തേക്കിറങ്ങി. ആനിയെ കാണണമെന്ന് അത്രയ്ക്കും അവന്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. ബദ്രിയുടെ ധൃതി കണ്ട് പിറകെ തന്നെ ആൻവിയും ഇറങ്ങി. ആകാശിനെയും അവനോടെന്തോ പറഞ്ഞു വരുന്ന ശിവയെയും കണ്ട് ബദ്രിയുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞു വന്നു. മുന്നിലേക്ക് നോക്കി അച്ചുവിന്റെ ചുണ്ടിൽ ബദ്രിയെ കണ്ട് ഒരു പുച്ഛം നിറഞ്ഞു. എല്ലായ്പ്പോഴും തന്നെയും തിരിച്ച് അതേ ഭാവത്തിൽ നോക്കുന്ന ബദ്രി ഇന്ന് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശിവയെ നോക്കുന്നത് അച്ചുവിന്റെ ദേഷ്യത്തെ ഇരട്ടിപ്പിച്ചു. ശിവയെ തന്നെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞ് മെയിൽ അയച്ചപ്പോഴേ അച്ചുവിന് സംശയം തോന്നിയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാ റിജക്റ്റ് ചെയ്തിട്ട് കൂടി വീണ്ടും ഇവിടേക്ക് വന്നത്. ബദ്രിയുടെ നോട്ടം അവളിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ട അച്ചു ശിവയെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ കൈകളെ തൻ്റെ കൈകൊണ്ട് മുറുക്കി പിടിച്ചു. ഒരേ സമയം ശിവയും ബദ്രയും ഞെട്ടി. അച്ചുവിന്റെ നോട്ടത്തിൽ ശിവക്ക് ഉള്ളിലൊരു കിടുക്കം അനുഭവപ്പെട്ടു. കണ്ണ് പിൻവലിക്കാൻ പറ്റാത്ത തരത്തിൽ കുടുങ്ങിയതുപോലെ ബദ്രി തൻ്റെ കൈ മുറുക്കി ദേഷ്യം കൺട്രോൾ ചെയ്തു. തൻ്റെ പെണ്ണിനെ പിടിക്കാൻ അവൻ ആരാ? അവൻ്റെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരുന്നു. അച്ചുവിന്റെ സ്വഭാവം നല്ലതുപോലെ മനസ്സിലാക്കിയ ബദ്രിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു. ആൻവിക്ക് മാത്രം അത് കണ്ട് സന്തോഷം തോന്നി. അടുത്ത നിമിഷം അവളും ബദ്രിയുടെ കൈയോടെ തൻ്റെ കൈ ചേർത്തു. ഞെട്ടലിന്റെ ഇടയിൽ ബദ്രി അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ശിവ അത് കണ്ടിരുന്നു. ഈസ് ആർ യു ഓക്കെ നൗ? തൻ്റെ നേർക്ക് തുവാല നീട്ടിക്കൊണ്ട് ചോദിക്കുന്ന അച്ചുവിനെ ഒരു അതിശയത്തോടെ ശിവ നോക്കി. കണ്ണുകൾ വിടർന്നുള്ള നോട്ടം അവനും ഒരു കുളിരേകി. അച്ചുവിന്റെ സ്വഭാവം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത് വാങ്ങി അവന് നേരെ പുഞ്ചിരിക്കുന്ന ശിവയെ കാണെ ബദ്രിയുടെ ഹൃദയം പിളർന്നു പോകും പോലെ തോന്നി. ക്യാൻ വി സ്റ്റാർട്ട്? ഇനിയും ഇത് തുടരുന്ന താല്പര്യമില്ലാത്ത മട്ടിൽ ആൻവി അച്ചുവിനോടായി ചോദിച്ചു. അതിനവളെ നോക്കിയൊന്ന് പുച്ഛിച്ച് അച്ചു ശിവക്കൊപ്പം മീറ്റിംഗ് ഹാളിൽ കയറി. തന്നെ നോക്കി പുച്ഛിച്ച അച്ചുവിനോട് ആൻവിക്ക് ദേഷ്യം വന്നു. എങ്കിലും ബദ്രിയെയും ശിവയെയും പിരിക്കാൻ ഇവനൊരു തുറുപ്പുചീട്ടാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും ശിവ അവിടെ കണ്ട വാട്ടർ ബാഗിൽ നിന്ന് വെള്ളം കുടിച്ചു. ഇത്ര നേരം ബദ്രിയുടെ മുന്നിൽ താൻ എങ്ങനെ തളരാതെ പിടിച്ചിരുന്നെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. അതിനിടെ ആൻവിയുടെ കോഞ്ഞാലും അച്ചുവിന്റെ കെയറിങ്ങും എല്ലാവർക്കും വട്ടാണെന്ന് അവൾ ഓർത്തു. ഐഷ്! എന്തോ ഒന്ന് തട്ടി കയ്യിലിരിക്കുന്ന വെള്ളം അത്രയും ശിവയുടെ മേലെ കൂടെ വീണു. മാറിലൂടെ വെള്ളം അണിവയറ് വരെ എത്തുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്നായതുകൊണ്ട് ശിവക്ക് മാറാനും പറ്റിയില്ല. മുന്നിലേക്ക് നോക്കിയതും കണ്ടു തന്നെ നോക്കി പുച്ഛിക്കുന്ന ആൻവിയെ.
മനഃപൂർവ്വം തട്ടിയതാണെന്ന് അവളുടെ മുഖം കണ്ടാലറിയാം. എന്നിട്ടും ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി ശിവ അത് ശ്രദ്ധിക്കാൻ പോയില്ല. ഇതൊക്കെ അച്ചു കാണുന്നുണ്ടായിരുന്നു. കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിക്കുന്ന ശിവയെ കാണെ അവൻ അതിശയം തോന്നി. ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അച്ചുവിന് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ആൻവിയെ ഒന്നു നോക്കി മുന്നോട്ട് നടക്കാൻ പോയ ശിവയെ ആൻവി കാലുവെച്ച് തടഞ്ഞു. ശ്രദ്ധിക്കാതെ നടന്നതുകൊണ്ട് തന്നെ ശിവ താഴെ വീഴുകയും ചെയ്തു. വീഴ്ച കണ്ട അച്ചുവിന്റെ നെഞ്ച് പിടഞ്ഞതുപോലെ തോന്നി അവന്. എങ്കിലും അവളുടെ അടുക്കലേക്ക് പോയില്ല. ഒരുവിധം തറയിൽ നിന്നും എണീറ്റ് ശിവ വീണ്ടും ഗ്ലാസ്സിൽ വെള്ളം പകർന്നു. അച്ചുവും നോക്കി കാണുമായിരുന്നു ശിവയുടെ അടുത്ത നീക്കം. തൊട്ടടുത്ത നിമിഷം ആൻവിയുടെ മുഖത്തേക്ക് വെള്ളം വന്നു പതിച്ചു. മൂക്കിലും കണ്ണിലും വെള്ളം പ്രതീക്ഷിക്കാതെ കേറിയതുകൊണ്ട് ആൻവി ചുമക്കാനും തുമ്മാനും തുടങ്ങി. പൊന്നു മോളെ, നീ പണ്ട് ഒരുപാട് പണി തന്നിട്ടുണ്ട്. ആ ഓർമ്മയിൽ ഇപ്പോഴും അത് ആവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കുവേ. ഒരു പരിഹാസ രൂപേണ ശിവ ആൻവിയോടായി പറഞ്ഞു. ആൻവി ശിവയുടെ നേർക്ക് വിരൽ ചൂണ്ടി മുന്നോട്ട് വന്നതും ഫ്ലോറിൽ മുഖത്തൊഴിച്ചതിന്റെ ബാക്കി വെള്ളത്തിൽ ചവിട്ടി നേരത്തെ ശിവ വീണതിനേക്കാൾ ശക്തിയിൽ മൂടിടിച്ച് നിലത്ത് വീണു. പുറത്തേക്ക് വന്ന ചിരി കഷ്ടപ്പെട്ട് ശിവ കടിച്ചു പിടിച്ചു. ആ കിടന്നലറണ്ട, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇവിടെ ആരും വരില്ല. മുമ്പൊക്കെയാ ദൈവം പിന്നെ പിന്നെ എന്ന് കരുതി മാറ്റി നിർത്തണേ. ഇപ്പോ ഒക്കെ ഓൺ ദ സ്പോട്ട് മറുപടിയാ. വന്ന് കേറിയപ്പോ തന്നെ എന്നെ വീഴ്ത്താൻ കാലുവെച്ചത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ തന്നെ നിന്റെ ആ പേട്ടുകാല് ചവിട്ടിയൊടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പിന്നെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട എന്ന് കരുതി. അപ്പോ നിനക്ക് പോരാ, വീണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയേ അടങ്ങുള്ളൂന്ന് അല്ലേ? ഡി നീ, നിനക്കെന്നെ അറിയില്ല. ഐഷ്, എന്ത് ഊള ഡയലോഗാടി. ഈ ഡയലോഗ് ഔട്ട് ഓഫ് ഫാഷൻ ആയതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? നെക്സ്റ്റ് ടൈം മാറ്റിപ്പിടിക്കാൻ നോക്ക് കേട്ടോ. പിന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിന്റെ ഫ്രണ്ട് പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നീ ഇങ്ങനെ വാല് പോലെ അവന്റെ പിറകെ കടിച്ചു തൂങ്ങി കിടക്കണേ. ആൻവി മാഡം, എന്തു പറ്റി? ശിവ പരിഹാസത്തോടെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ബദ്രി തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം അപ്പോഴും അവളിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മഹി വന്ന് ആൻവിയെ പിടിച്ചെണീപ്പിച്ചു. ആൻവിയെ നോക്കി ഒന്ന് കോട്ടിച്ചിരിച്ച് ശിവ പുറത്തേക്കിറങ്ങി. അച്ചുവിന് ഇവരുടെ സംസാരം കേട്ട് ഒരുപാട് സംശയം വന്നു. പതിയെല്ലാം കണ്ടുപിടിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എവിടെയായിരുന്നു? ഇത്രയും നേരത്തെ രണ്ടുപേരുടെയും യുദ്ധം നേരിട്ട് കണ്ടതാണെങ്കിലും ശിവയോടിപ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് അച്ചുവിന് തോന്നി. അവളുടെ മറുപടി അറിയാൻ ഒരാഗ്രഹം. അത് വെള്ളം കുടിക്കാൻ. കിണറ്റിൽ നിന്ന് കോരി കുടിക്കാൻ പോയതാണോ? താടിക്ക് കയ്യും കൊടുത്ത് ചോദിക്കുന്ന അച്ചുവിനെ ശിവ പല്ലുകടിച്ചു നോക്കി. ഇത്രയും ലോക്കൽ ചളി എവിടുന്നാ വരുന്നു ആവോ എന്നുള്ള ഭാവത്തിൽ. അച്ചുവിന്റെ ശ്രദ്ധ പെട്ടെന്ന് അവളുടെ ശരീരത്തിലേക്ക് നീണ്ടു. യെല്ലോ കളർ കുർത്തിയും റീഡ് പാന്റുമാണ് വേഷം. കുറച്ചു മുന്നേ വെള്ളം ദേഹത്തിൽ ആയതുകൊണ്ട് തന്നെ ദേഹത്തോട് ഡ്രസ്സ് പറ്റിച്ചേർന്ന് കണ്ണാടി പോലെ പുറത്ത് കാണുന്നുണ്ട്. ഉള്ളിൽ എന്തൊക്കെയോ വികാരം കുമിഞ്ഞുകൂടുന്നത് അവൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ണു വെട്ടിച്ച് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പിടിക്ക്. തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച കോട്ട് കണ്ട് ശിവ ഒന്ന് സംശയിച്ചു അച്ചുവിനെ നോക്കി. അവൻ മുഖത്തു നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് എന്തിനാ എന്നുള്ള ഭാവത്തിൽ അത് കയ്യിൽ വാങ്ങാതെ അതേ നിൽപ്പ് അവളും തുടർന്നു. പിടിക്കാൻ. ഇപ്രാവശ്യം അതൊരു അലർച്ചയായിരുന്നു. നിമിഷം കണക്കെ സ്വഭാവം മാറുന്ന അച്ചുവിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി. അവളത് വാങ്ങിയതും പുറത്തേക്ക് പോകുന്ന അച്ചുവിനെ വായും പൊളിച്ച് നോക്കി നിന്നു. ഇതെന്തിനാ എനിക്ക്? ഓടിപ്പോയി അവന് മുന്നിലേക്ക് നിന്ന് ശിവ ചോദിച്ചതും അനുസരണയില്ലാതെ അവന്റെ കണ്ണ് വീണ്ടും അവളുടെ ദേഹത്തേക്ക് നീണ്ടു. കണ്ണു മുറുക്കിയടച്ച് അവനത് കൺട്രോൾ ചെയ്തു. ഇവന് ഭ്രാന്താണോ എന്നുള്ള ഭാവത്തിൽ ശിവ നോക്കി. ഇതിട്ടിട്ട് പുറത്തേക്ക് വന്നാ മതി. അതല്ല, ഞാൻ കണ്ടത് എല്ലാരെയും കാണിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പൊന്നുമോള് എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂ. ആദ്യം വേറെ എങ്ങോട്ടോ നോക്കിയും പിന്നെ അവളെ നോക്കി കള്ളച്ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ച് പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൾ അതേ നിൽപ്പ് തുടർന്നു. ക്യാബിൻ തുറന്ന് അച്ചു പുറത്തേക്ക് പോയിട്ടും അവൾക്കത് മനസ്സിലായില്ല. എന്തോ ബോധം വന്നതുപോലെ അവൾ തന്റെ ദേഹത്ത് നോക്കി. വെള്ളം നനഞ്ഞത് കുറെയൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിന്റെ നനവ് എടുത്തറിയിക്കുന്നുണ്ടായിരുന്നു. താൻ ഇത്രയും നേരം അവന് മുന്നിൽ ഇങ്ങനെയാണ് നിന്നതെന്നോർക്കെ അവൾക്ക് തൊലിയുരിഞ്ഞു പോകുന്ന പോലെ തോന്നി. അയ്യേ. പുറത്തേക്കിറങ്ങിയ അച്ചുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത്? അവന്റെ ചിന്തകളിൽ അവൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. കപട ദേഷ്യത്തോടെ ചിരി മുഖത്തു നിന്നും മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതൊരു പാഴ്ശ്രമമായിട്ട് അവന് തോന്നി. കമ്പനിയുടെ പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ ശിവയുടെ മുന്നിൽ പെട്ടെന്ന് ആരോ തടസ്സമായി നിന്നു. തല ഉയർത്താതെ തന്നെ മുന്നിൽ നിൽക്കുന്നത് ബദ്രിയാണെന്ന് അവൾക്ക് മനസ്സിലായി. നേരം ഒരുപാടായിട്ടും അവനിൽ നിന്ന് പ്രതികരണം ഒന്നും വരാത്തതുകൊണ്ട് അവനെ നോക്കി.
മുന്നിൽ തന്നെയും താനിട്ടിരിക്കുന്ന അച്ചുവിന്റെ കോട്ടിനെയും സംശയത്തോടെ നോക്കി നിൽക്കുന്ന ബദ്രിയെയാണ് കണ്ടത്. ബദ്രിയുടെ നോട്ടത്തിൽ എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാത്ത തരത്തിൽ ശിവ നിലച്ചു പോയിരുന്നു. എത്രയൊക്കെ ബോൾഡാവണം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാലും മനസ്സിലാവാത്ത പോലെ നീയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആനി? തന്നോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ശിവക്കു നേരെയുള്ള ബദ്രിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് അവനെ നോക്കി. ആ സമയം അവളിൽ അളവിലധികം പുച്ഛം നിറഞ്ഞു. ഇപ്പോഴും ബദ്രിക്ക് എന്നിൽ വിശ്വാസമില്ലേ? മനസ്സിൽ പലവരും ആ ചോദ്യം ഉരുവിട്ടു. എന്നാൽ ബദ്രിക്ക് അതൊരു ന്യായമായ ചോദ്യമായിരുന്നു. ആരോടും അടുക്കാത്ത അച്ചു വന്നതു മുതൽ ശിവയോടുള്ള പെരുമാറ്റവും ഇപ്പൊ അവന്റെ ഡ്രസ്സ് അവൾ ഇട്ടിരിക്കുന്നതും ആയപ്പോ അറിയാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചോദിച്ചൊരു ചോദ്യം. ശിവയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല എന്നൊരു മറുപടിക്കായി അവൻ കാത്തു. അതിയായി ആഗ്രഹിച്ചു. അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ താൻ ചോദിച്ച ചോദ്യത്തിന് മറ്റൊരർത്ഥം കൂടി ഉള്ളതായിട്ട് അവന് തോന്നി. ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ ശിവ കൈകൊണ്ട് വേണ്ട എന്ന രീതിയിൽ തടഞ്ഞു. മറികടന്ന് നടക്കാനാഞ്ഞ അവളുടെ കയ്യിൽ ബദ്രി പിടിച്ചു. അനി പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. കയ്യെടുക്ക് ബദ്രി. എനിക്കൊന്നും കേൾക്കാനില്ല. എങ്ങനെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. ഇല്ല അനി, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടേ ഇന്ന് നീ ഇവിടുന്ന് പോകൂ. വാശിയുടെ കാര്യത്തിൽ ബദ്രിനാഥ് ഒട്ടും പിറകിലല്ല എന്ന് നിനക്കറിയുന്ന കാര്യമല്ലേ? അവന്റെ കൈക്കുള്ളിൽ നിന്ന് തന്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബദ്രിയുടെ വാക്കുകൾ കേൾക്കെ അത്രയും നേരം പിടിച്ചുവെച്ച അവളുടെ ദേഷ്യം കടിഞ്ഞാൻ പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. ശക്തിയിൽ അവനെ പിന്നിലേക്ക് തള്ളി. കണ്ണു നിറഞ്ഞു കലങ്ങിയുള്ള അവളുടെ നോട്ടം അവനെ വീണ്ടും കുത്തിനോവിക്കുന്നത് പോലെ തോന്നി. എന്താ ഇനി തനിക്ക് പറയാനുള്ളേ? ഇതുവരെ പറഞ്ഞതും ചെയ്തതൊന്നും പോരാന്നാണോ? പറഞ്ഞല്ലോ വാശിയുടെ കാര്യം. ആ വാശിക്ക് പുറത്ത് അന്നെന്നെ നിങ്ങൾ കണ്ടിരുന്നോ? എന്റെ മനസ്സ് കാണാൻ ശ്രമിച്ചിരുന്നോ? അന്ന് താൻ കാണിക്കാത്ത മനസ്സ് ഇന്നെനിക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? തെരുവിലെ പെണ്ണിനെ പോലെ എന്നെ സാമ്യപ്പെടുത്തുമ്പോഴും തനിക്കിതേ വാശി തന്നെ ആയിരുന്നില്ലേ? ഭാര്യയുടെ പവിത്രതയേക്കാൾ സുഹൃത്തിന്റെ വാക്ക് വിശ്വസിച്ച തനിക്ക് ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളേ? കൺമുന്നിൽ കാണുന്നത് മാത്രമല്ല സത്യമെന്ന് ഇത്രയും നാളായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ പ്ലീസ്, എനിക്കൊന്നും കേൾക്കാനുമില്ല, പറയാനുമില്ല. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. ബദ്രി എന്ന് മാത്രം കൊഞ്ചലോടെ വിളിച്ചിരുന്ന അവളുടെ നാവിൽ നിന്ന് അപരിചിതനെ പോലെ താൻ എന്ന് കേൾക്കെ അവനും നിയന്ത്രണം വിട്ടിരുന്നു. ഞൊടിയിടയിൽ ശിവയെ ചുമരോട് ചേർത്ത് നിർത്തി പകച്ചു പോയിരുന്നു അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളും. ശരിയാ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്റെ വാശി തന്നെയാ എല്ലാത്തിനും കാരണം. പക്ഷേ നിനക്കതിൽ ഒരു പങ്കുമില്ലെന്ന് പറയാൻ പറ്റുമോ? നിനക്ക് പറ്റുമോന്ന്? ആ അവസ്ഥയിൽ എന്റെ ചങ്ക് തകർന്നത് കാണാൻ ശ്രമിച്ചോ നീ? ദേഷ്യത്തിൽ പറഞ്ഞതിന് മറുത്തൊരു എതിർപ്പെങ്കിലും പ്രകടിപ്പിച്ചോ നീ? നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മനസ്സൊരു 100 വട്ടം പറയുമ്പോഴും മനസ്സിനേക്കാൾ നിന്നെ വിശ്വസിച്ചു. നിന്റെ നാവിൽ നിന്ന് നീ അത് ചെയ്തില്ലെന്ന് പറയണം എന്നാഗ്രഹിച്ചു. അത് നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയെന്ന പോലെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചോ? നീ പിരിയണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പോലും സമ്മതം മൂല്യം നിന്നെ അവിശ്വസിച്ചത് അത്ര വലിയ ആയിരുന്നോന്ന്? ഓരോ ചോദ്യവും ചോദിച്ച് അവളോട് കൂടുതൽ ചേർന്ന് ശിവയുടെ ചുമലിൽ കരമുറുക്കി ബദ്രി. അവന്റെ ചോദ്യം കേൾക്കെ താൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിരുന്നോ എന്ന ചോദ്യം അവളിലും വന്നു. എന്നാലും ബദ്രി ചെയ്ത കാര്യങ്ങളൊന്നും അവൾക്ക് മറക്കാൻ സഹിക്കുന്നതായിരുന്നില്ല. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് കാഴ്ചയെ മറക്കുന്ന തരത്തിൽ. ശിവ, നിന്നെ എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പാസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. വന്നൂടേനി. ഭദ്രയെ ആഞ്ഞു തള്ളി ശിവ പുറത്തേക്കോടി. അവന്റെ വാക്കുകൾ അവളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കാൻ. ഇപ്പോഴും താനത് ചെയ്തെന്ന് ബദ്രി വിശ്വസിക്കുന്നെന്നോർക്കെ അവൾക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. അത്രയൊക്കെ പറഞ്ഞപ്പോ അവളും കരുതിയിരുന്നു തന്നിലുള്ള വിശ്വാസം അവനിൽ വന്നെന്ന്. ഇല്ല ബദ്രി, നീ വീണ്ടും തെളിയിച്ചു. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാനാവാത്ത തരത്തിൽ രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുമെന്ന്.